സല്യൂട്ട് ഭാരതിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. സാർ നമസ്കാരം. ഇന്ന് സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർ ഘോഷാണ്. സാർ, 2026 ഇപ്പോൾ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. മെയ് 4 നമ്മൾ ഫലം പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. സാർ, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ 3 മുന്നണികൾ മത്സര രംഗത്തുണ്ട്. ഇതിൽ നമുക്കിവിടെ പറയേണ്ടത് BJP എന്ന മുന്നണി അവരുടെ വോട്ട് ശതമാനം എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ ഈ തിരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ട്? അവർ തന്നെയാകുമോ ഈ തിരഞ്ഞെടുപ്പിന്റെ വിധി നിർണയിക്കുന്നത്? ഒന്ന് പറയാമോ സാർ? ഈ രീതിയിലൊരു ത്രികോണ മത്സരം ആദ്യമായിട്ട് തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. വർഷങ്ങളായിട്ട് BJP രംഗത്തുണ്ടെങ്കിൽ പോലും BJP ചില മണ്ഡലങ്ങളിലൊക്കെ ചില സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ടായിരുന്നു നേരത്തെ. അത് സ്വാഭാവികമായിട്ടും കുറച്ചൊരു ഈ പറഞ്ഞ പോലെ 4000, 5000 അല്ലെങ്കിൽ ഒരു 10,000-നകത്ത് വോട്ട് വാങ്ങുന്ന ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അത് അവിടുത്തെ ജയപരാജയങ്ങളെ ചില സന്ദർഭങ്ങളിൽ സ്വാധീനിക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കണ്ടത് ഈ BJP കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 20% വോട്ടിംഗ് പെർസെന്റേജ് നമ്മുടെ കേരളത്തിൽ നേടുകയുണ്ടായി. അത് വലിയൊരു നേട്ടമാണ്. പക്ഷെ എന്നാൽ പോലും അതിന് തൊട്ട് മുമ്പ് ഈ 16%, 14-16 ശതമാനം വോട്ടിംഗ് പെർസെന്റേജ് അവർക്കുണ്ട്. അത് വളരെ നിർണായകമായ ഒരു വോട്ടാണ്. അതിനുശേഷമാണ് ഇപ്പൊ തിരുവനന്തപുരം നഗരസഭ BJP ആദ്യമായിട്ട് കേരളത്തിൽ അങ്ങനെ ഒരു തലസ്ഥാന നഗരിയിലെ നഗരസഭ പിടിച്ചെടുക്കുന്നു. അതേപോലെ പല ഗ്രാമപഞ്ചായത്തുകളും അവർ ഭരിക്കുന്നുണ്ട്. അപ്പൊ BJPയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അതിന്റെ വളരെ വ്യക്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ തെരഞ്ഞെടുപ്പിൽ അവര് ഒരിക്കല് O രാജഗോപാൽ നേമത്ത് നിന്ന് അക്കൗണ്ട് തുറന്നെങ്കിലും പിന്നീട് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കുന്നത് കുറഞ്ഞത് ഒരു 4 സീറ്റിലെങ്കിലും ജയിച്ച് കയറുക എന്നുള്ളതാണ്. അവർ പുറമേ ഒരു 10 സീറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 4 സീറ്റെങ്കിലും ജയിച്ച് കയറി കഴിഞ്ഞാൽ അത് BJPക്ക് വലിയ നേട്ടമായിരിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോ BJP കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു നിർണായകമായ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഫാക്റ്റാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോളിംഗിന്റെ ദിവസം നമ്മൾ കണ്ട ഒരു വോട്ടർമാരുടെ ഒരു മൂഡുണ്ട്. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിനിടയിൽ ഇത്രയും ഒരു ഡിറ്റർമൈൻഡ് ആയിട്ട് ഏതോ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ രാവിലെ മുതൽ ആൾക്കാർ വളരെ ആവേശത്തോടു കൂടി ഈ പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ, അതായത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ UDF പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു വിജയമാണ് ഉണ്ടായത്. അത് UDFന്റെ നേതാവും പ്രതിപക്ഷ നേതാവും ആയിട്ടുള്ള VD സതീശൻ പറഞ്ഞത്, ഞങ്ങൾ ഈ രീതിയിൽ ജയിക്കാനുള്ളതിന്റെ കാരണം പഠിക്കുന്ന പറഞ്ഞു. കാരണം അവരുടെയൊക്കെ പ്രതീക്ഷയൊക്കെ അതിജീവിക്കുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് UDF ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ നേടിയത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനരോഷത്തിന്റെ പ്രകടനമായിരുന്നു. അതായത് ഈ ഗവൺമെന്റിനെതിരെയുള്ള ചില നിലപാടുകള്, ചില പെരുമാറ്റ രീതികള്, അതേപോലെ തന്നെ അവരുടെ ചില ജീവിതത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങള്, ഗവൺമെന്റിന്റെ സമീപനങ്ങൾ, മുഖ്യമായിട്ടും ഈ എത്ര തന്നെ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ സമീപനം വലിയൊരു ഘടകമാണ്. അപ്പോ ആ ഒരു സമീപനത്തിലും അതുപോലെ പോലീസിന്റെ നടപടികൾ, പരസ്യമായിട്ട് പ്രകടമാകുന്ന രീതിയിലുള്ള ഗവൺമെന്റ് ചില നിലപാട്, എന്താ പറയുക, വിമർശനം വിളിച്ചു വരുത്തുന്ന നിലപാടുകൾ, ഇതെല്ലാം LDF ഗവൺമെന്റിനെതിരെ ഉള്ള ഒരു ഭയങ്കര രോഷമായി മാറുകയും ആ രോഷപ്രകടനമാണ് ശരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാണുകയുണ്ടായത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പില് BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് 20-ൽ നിന്ന് കുറയുകയും ചെയ്തു. അതിന്റെ കാരണം ഈ പറഞ്ഞതുപോലെ ഈ LDFനോടുള്ള ഒരു
പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു. അത് നമ്മളൊക്കെ കരുതിയത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഗവൺമെന്റിനുള്ള ഒരു പ്രതിഷേധം പ്രാഥമികമായിട്ട് അത് പ്രകടിപ്പിച്ച സ്ഥിതിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പിക്ചറാണ് നമുക്ക് ഈ പോളിംഗ് ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത്. വീണ്ടും ഈ ഗവൺമെന്റിനെ മാറ്റണം, ഇടതുപക്ഷ ഗവൺമെന്റിനെ മാറ്റണം എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ വളരെ സജീവമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കാനാണ് സാധ്യത. അപ്പൊ അതിനിടയിൽ ഈ പറഞ്ഞതുപോലെ ഒരു മീഡിയം ലെവലില് വളരെ ഈ കഴിഞ്ഞ തവണത്തെ പോലുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ ആയിരുന്നു എങ്കിൽ, അതല്ലെങ്കിൽ ഒരു 5 വർഷത്തിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്തരം ഈ നിലവിലുള്ള ഒരു അന്തരീക്ഷത്തിൽ BJPക്ക് കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ ചിലപ്പോൾ വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേങ്കിൽ ചില മണ്ഡലങ്ങളിൽ BJP ജയിച്ചെന്നിരിക്കാം. ഇപ്പൊ നേമത്ത് ജയിച്ചെന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ BJPക്ക് ജയസാധ്യത പ്രതീക്ഷിക്കാവുന്ന മറ്റു പല മണ്ഡലങ്ങളുമുണ്ട്. അപ്പൊ രണ്ടായാലും ഏതാനും ചില സീറ്റുകളിൽ BJP ജയിക്കുമെങ്കിലും വോട്ടിംഗ് പെർസെന്റേജ് എത്രമാത്രം കൂട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ജനരോഷം LDFനെതിരെ നിലനിൽക്കുന്നതിനാൽ ഒരു കാരണവശാലും ഈ ഒരു പ്രത്യേകിച്ച് ഒരു മണ്ഡലത്തിൽ BJPക്ക് ജയിക്കില്ല എന്ന് ബോധ്യമുള്ള ഒരു മണ്ഡലത്തിൽ BJPക്ക് വോട്ട് ചെയ്യാതെ മറിച്ച് LDF അധികാരത്തിൽ നിന്ന് പോകണം എന്ന് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ, അവിടെയാണ് ഈ രോഷത്തിന്റെ ഒരു ഡൈനാമിക്സ് പ്രാവർത്തികമാകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് BJPക്ക് സീറ്റുകൾ കിട്ടിയാലും ഒരുപക്ഷെ വോട്ടിംഗ് പെർസെന്റേജ് കാര്യമായി കൂടാൻ ഒരു സാധ്യതയില്ലെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ വലിയ മറ്റു മാറ്റങ്ങളൊക്കെ സംഭവിക്കേണ്ടി വരും. അത് ഈ കാരണം തെരഞ്ഞെടുപ്പാകുമ്പോൾ നമുക്കൊന്നും തന്നെ പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ എങ്കിലും നമ്മൾ പൊതുവെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷം നോക്കുമ്പോൾ ഈ ജനങ്ങളുടെ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു ഉറച്ച തീരുമാനം ഈ ഗവൺമെന്റിനെ പറഞ്ഞയച്ചേ പറ്റൂ. അങ്ങനെ വരുമ്പോഴാണ് ഈ ജയസാധ്യത അത്ര വ്യക്തമായി ഉറപ്പില്ലാത്ത മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം ആൾക്കാർ UDFന് വോട്ട് ചെയ്യുക. അപ്പൊ അതാണ് ഈ ഒരു ഇതിൽ നമുക്ക് ഇപ്പോൾ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചിത്രം. അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ സാറ് പറഞ്ഞതുപോലെ BJPക്ക് ഇത്ര കണ്ട് ഒരു വോട്ടിംഗ് ശതമാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അല്ലെ? UDFന് അതായത് ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുന്നത് UDFിലേക്കായിരിക്കും എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലെ സാർ? അങ്ങനെയാണോ? കാരണം ഒരു തീർച്ചയായിട്ടും ഒരു BJP ഗവൺമെന്റ് രൂപീകരിക്കില്ല എന്നുള്ളത് BJPയുടെ നേതൃത്വം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖരന് പറയുകയുണ്ടായി, ഇനി വരാൻ പോകുന്നത് ഒരു ഹങ് അസംബ്ലി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ചില സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കും, അപ്പോൾ തങ്ങൾ ഒരു നിർണായക ശക്തിയായി മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിൽ വരില്ല, മറിച്ച് ഒരു നിർണായക ശക്തിയായി. ഇപ്പൊ ഹങ് അസംബ്ലിയൊക്കെ വന്ന സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് അന്ന് തള്ളിക്കളയാൻ പറ്റില്ലായിരുന്നു, കാരണം പോളിങ്ങിനൊക്കെ വളരെ മുമ്പെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഹങ് അസംബ്ലി വന്ന ഒരു സീറ്റ് പോലും പ്രധാനമാണ്, അല്ലെ? അപ്പൊ അത്തരത്തിലൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രകടിപ്പിച്ച ആ രോഷത്തിലാണ് ആ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് ഏതാണ്ട് പഴയ അവസ്ഥയിലേക്ക് എത്തിയത്. 20-ൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് എത്തിയതിന്റെ കാരണം അതാണ്. പിന്നെ പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ ലോക്സഭയിലെ ഇലക്ഷന്റെ പാറ്റേണും മറ്റുള്ള ഇലക്ഷന്റെ പാറ്റേണും ഒക്കെ വ്യത്യസ്തമായിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഈ ഗവൺമെന്റിനെതിരെയുള്ള, അല്ലാതെ UDFന് അനുകൂലമായിട്ടുള്ള വോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. UDF അധികാരത്തിൽ വന്ന് കേരളത്തിലൊരു മാറ്റം വരുത്തൂ എന്നുള്ള പ്രതീക്ഷയോടെ കൊടുത്ത ഒരു വോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് ഈ ഗവൺമെന്റിന്റെ നടപടികളോടും അതിന്റെ സമീപനങ്ങളോടും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ളവരുടെ പെരുമാറ്റ രീതിയോട് പോലുമുള്ള ഒരു ശക്തമായ പ്രതിഷേധമായിരുന്നു കണ്ടിരുന്നത്. ആ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് പോളിംഗ് ദിവസത്തിലൂടെ നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ജയസാധ്യത സംശയമുള്ള മണ്ഡലങ്ങളിൽ ഇപ്പൊ BJP അതല്ല ഒരു പ്രത്യേക മണ്ഡലത്തിൽ, ഇപ്പൊ നേമ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. അവിടെ എല്ലാ തവണയും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ഒരു ജയസാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ അവിടെ ഒരു കൺസോളിഡേഷൻ നടക്കാൻ സാധ്യതയുണ്ട്.
അവിടെ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഭൂരിപക്ഷ ഏകീകരണവും നിയമമണ്ഡലത്തിൽ സാധ്യമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ ആ നിയമമണ്ഡലത്തിൽ നിന്ന് ഒരു ഒ രാജഗോപാലിനെ നമ്മുടെ നിയമസഭയിൽ അയക്കുകയും ചെയ്തതാണ്. അപ്പൊ അത്തരം ഒരു മണ്ഡലത്തിൽ ചില ഈ പറഞ്ഞതുപോലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരം നടക്കുന്നു, ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആ ഒരു പ്രവർത്തനം BJPക്ക് അനുകൂലമായി മാറും. അതല്ല എങ്കിൽ ഇപ്പൊ മഹാത്ഭുതങ്ങൾ നടന്നെങ്കിൽ മാത്രമേ ഇപ്പം അവിടെ നേമത്ത് നമ്മുടെ ശബരിനാഥ് ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ ഈ ഇലക്ഷനാണ്, എന്തും വേണേ സംഭവിക്കാം. പക്ഷെ എങ്കിലും നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കുറെ തെരഞ്ഞെടുപ്പുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് ഇപ്രാവശ്യവും കാര്യമായിട്ട് വർദ്ധിക്കാൻ പോകുന്നില്ല. പക്ഷെ ചിലപ്പോൾ ചില സീറ്റുകൾ അവർക്ക് കിട്ടുകയും നിയമസഭയിൽ BJPയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നിലവിൽ നിൽക്കുന്നുണ്ട്. സർ, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ സീറ്റുകൾ അവർക്ക് കിട്ടും എന്ന ഒരു 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 പ്രഡിക്ഷൻ പോലെ സാറിന് പറയാൻ കഴിയുമോ? ഇപ്പൊ നിയമം സാറ് പറഞ്ഞു അത് ഇപ്പൊ ഉദാഹരണത്തിന് പല മണ്ഡലം, ഇപ്പൊ ഉദാഹരണത്തിന് കഴക്കൂട്ടം, ഈ കഴക്കൂട്ടമൊക്കെ അവിടെയൊക്കെ ഈ ഉണ്ടായിരിക്കുന്ന ഇപ്പൊ ഒരു ന്യൂനപക്ഷ ഏകീകരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, കോൺഗ്രസിന് അനുകൂലമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം LDFന് കിട്ടിയ ന്യൂനപക്ഷ വോട്ടുകൾ, അതായത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ, ഇപ്രാവശ്യം LDFന് അത് കിട്ടില്ല. അപ്പോ അത് UDFിലേക്ക് പോകും. അതേസമയം ഒരു ഭൂരിപക്ഷ ഏകീകരണം അവിടെ ഉണ്ടാവുകയും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ മുരളീധരൻ ഇപ്പൊ കഴക്കൂട്ടത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴക്കൂട്ടത്ത് വളരെ ഒരു അനുകൂലമായ സാഹചര്യം മുരളീധരനുണ്ട്. മുരളീധരൻ വളരെ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. അതേപോലെ ഈ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം പോപ്പുലേഷൻ അത്യാവശ്യമുള്ള ഒരു സ്ഥലമാണ്. കടകംപള്ളി സുരേന്ദ്രനാണെങ്കിൽ അവിടെ ഒട്ടേറെ ആരോപണങ്ങൾ, ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുകയുണ്ടായി. എങ്കിലും സമൂഹത്തിന്റെ മുമ്പിൽ കടകംപള്ളി സുരേന്ദ്രനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ആൾക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കാണുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്ര അനുകൂലമായ ഒരു സാഹചര്യമല്ല കടകംപള്ളിക്ക് അവിടെ കഴക്കൂട്ടത്തുള്ളത്. അത് അങ്ങനെയുള്ള ചില പരിഗണനകൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കഴക്കൂട്ടത്തും വേണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. അപ്പൊ അതേപോലുള്ള ചില മണ്ഡലങ്ങളുണ്ട്. പിന്നെ ഈ BJP ഒന്നാമതും രണ്ടാമതും വന്ന മണ്ഡലങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കൊല്ലത്ത് പറയുന്നു, കൊല്ലത്ത് ചാത്തന്നൂർ മണ്ഡലം, ആ ചാത്തന്നൂർ മണ്ഡലത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെ കഴിഞ്ഞ തവണ രണ്ടാമത് വന്നത് BJP ആണ്. ഇപ്രാവശ്യവും അവിടെ ഗോപകുമാർ, അല്ലെ, ചാത്തന്നൂർ ഗോപകുമാർ, അദ്ദേഹം വളരെ ജനസ്വാധീനമുള്ള ഒരു നേതാവാണെന്ന് പറയുന്നു. ഇപ്പോഴും കൊല്ലത്തു നിന്നാണ് ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് ചാത്തന്നൂരാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില സീറ്റുകൾ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും അവിടെയൊക്കെ നല്ല ഭൂരിപക്ഷം വാങ്ങേണ്ടി വരും. കാര്യം നല്ല മാർജിൻ ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പൊ ചാത്തന്നൂരാണെങ്കിൽ പോലും നല്ല ഒരു മാർജിൻ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവിടെ ഗോപകുമാറിന് അവിടെ ജയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഗോപകുമാർ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ചാത്തന്നൂരിലെ കാൻഡിഡേറ്റിന്റെ BJP കാൻഡിഡേറ്റിന്റെ പേര്? പിന്നെ ഗോപകുമാർ തന്നെയാണ്. അതെ സാർ, അങ്ങനെ പറയുമ്പോൾ ഒരു സംശയം സാറ് ഈ പിന്നെ കൊല്ലവും തിരുവനന്തപുരം മാത്രം പറയുന്നു. പാലക്കാട് ഇവർക്ക് പ്രതീക്ഷയുള്ളതല്ലേ സാർ? പാലക്കാട് ഈ പറയുന്ന അല്ല, അതെ, പാലക്കാടും പ്രതീക്ഷയുണ്ട്. ഈ പറഞ്ഞതുപോലെ പാലക്കാടും ഈ പറഞ്ഞതുപോലെ ഈ ശോഭാ സുരേന്ദ്രന് ഈ തലേ ദിവസം ഉണ്ടായ ആ ഒരു എന്താ പറയുക, വോട്ടിന് നോട്ട് കൊടുത്തു എന്നുള്ള ഒരു ആരോപണം നേരിടേണ്ടി വന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ശോഭാ സുരേന്ദ്രനും അവിടെ വളരെയധികം സാധ്യതയാണ് കാണുന്നത്. എങ്കിലും നല്ല മാർജിൻ നേടേണ്ടി വരും. പിന്നെ ശോഭ ഈ പറഞ്ഞ പോലെ എവിടെ പോയി കഴിഞ്ഞാലും ഭൂരിപക്ഷം കൂട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ ഈ ഒരുപക്ഷെ പാലക്കാട്ടും BJPക്ക് ആദ്യം ഈ ഒരു ജമ്പ് വോട്ടിങ്ങിൽ ഒരു കുതിപ്പ് വരുത്തിയതും ശോഭ മത്സരിച്ചപ്പോഴാണ്. അപ്പൊ പാലക്കാടും സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ അങ്ങനെ ധാരാളം ഏതാനും മണ്ഡലങ്ങൾ BJPക്ക് അവശേഷിക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ മഞ്ചേശ്വരം ഈ പറഞ്ഞതുപോലെ ഇക്കുറി
കെ സുരേന്ദ്രന് വളരെയധികം ജയസാധ്യത കൽപ്പിക്കാവുന്ന ഒരു സീറ്റാണ് മഞ്ചേശ്വരം. അവിടെ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സ്ഥിതിഗതികളിലുള്ള മാറ്റങ്ങൾ, അതേപോലെ തന്നെ ഇപ്രാവശ്യം ഈ ഗൾഫ് യുദ്ധം വളരെ അനുകൂലമായിട്ട് മഞ്ചേശ്വരത്തും കാസർഗോഡും കാസർഗോഡ് അശ്വിനിക്കും അത് ഗുണകരമാവുന്നുണ്ട്, സുരേന്ദ്രനും ഗുണകരമാവുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരു നല്ലൊരു ശതമാനം വോട്ടർമാർ ഈ വോട്ടിംഗ് സമയത്ത് വന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നൊരു പ്രക്രിയ ഉണ്ടായിരുന്നു. അതിൽ നല്ലൊരു ശതമാനം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരാണ് മഞ്ചേശ്വരത്താണെങ്കിലും കാസർഗോട്ടാണെങ്കിലും. അവർക്ക് ഈ പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ഇക്കുറി വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ ഗുണം ഉണ്ടാകുന്നതും ഈ കാൻഡിഡേറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില സീറ്റുകൾ BJPക്ക് ലഭിക്കാനിടയുണ്ടാവും. പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ്. ഉദാഹരണത്തിന് മഞ്ചേശ്വരത്താണെങ്കിലും കാസർഗോട്ടാണെങ്കിലും പാലക്കാട്ടാണെങ്കിലും നേമത്താണെങ്കിലും ഒക്കെ ജയസാധ്യത ഉള്ള BJP സ്ഥാനാർത്ഥികൾക്ക് ചിലപ്പോൾ ജയിച്ചു കയറാൻ കഴിഞ്ഞിരിക്കും. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന കഴക്കൂട്ടം, ചാത്തന്നൂര്, ഇത്തരമുള്ള മണ്ഡലങ്ങളിലും. തൃശ്ശൂര് രാജൻ പലൻ ശക്തനായ ഒരു കാൻഡിഡേറ്റ് ആണ്. അപ്പൊ ഈ തൃശ്ശൂര് ശരിക്കും പറഞ്ഞാല് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മണ്ഡലമായി മാറുകയാണ്. കാരണം എന്താ വെച്ചാല് സുരേഷ് ഗോപി ജയിക്കുമെന്ന് പലരും കരുതിയിരുന്നില്ല അവിടെ MP ആയിട്ട്, അല്ലെ? പക്ഷെ ആ തൃശ്ശൂരില് സുരേഷ് ഗോപിക്ക് ജയിച്ചതല്ല നമ്മളെയൊക്കെ അതിശയപ്പെടുത്തിയത്, സുരേഷ് ഗോപിക്ക് കിട്ടിയ ഭൂരിപക്ഷമാണ്. അപ്പൊ അതാണ് തൃശ്ശൂര് അൺപ്രഡിക്റ്റബിലിറ്റി ഉള്ള ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞു. അവിടെ പത്മജയ്ക്ക് വേണമെങ്കിൽ പത്മജ ഇന്നിപ്പോ അവിടെ BJPക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ആണ് പത്മജ. കാരണം പത്മജയുടെ വേരുകളോടെ കിടപ്പുണ്ട്, കെ കരുണാകരനുള്ള വോട്ടുകൾ കിടപ്പുണ്ട്, അവരുടെ വ്യക്തിബന്ധങ്ങളുണ്ട്. ഇതിനെല്ലാം ഉപരി ഈ പറഞ്ഞതുപോലെ BJPയുടെ ഒരു ബലം അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഈ രീതിയിൽ വേണമെങ്കിൽ പത്മജയ്ക്കും അവിടെ ജയിച്ചു കയറാം. പക്ഷെ അത്ര അനായാസമാണോ എന്ന് വെച്ചാൽ അത്ര അനായാസമല്ല. കാരണം എതിർ സ്ഥാനാർത്ഥി രാജൻ പല്ലൻ വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റ് ആണ്. അപ്പൊ അവിടുത്തെ ഈ ക്രിസ്ത്യൻ സമൂഹം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. പിന്നെ അവിടെ ഉള്ള ഒരു വലിയ അഡ്വാൻറ്റേജ്. സാർ, ഒരു സംശയം സാർ, ക്രിസ്ത്യൻ സമുദായത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. സാർ, ഭൂരിപക്ഷ സമുദായത്തിന്റെ കാര്യമാണ് നമ്മൾ വോട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞുവെങ്കിൽ ഈ ന്യൂനപക്ഷ സമുദായത്തിൽ ക്രിസ്ത്യൻ വോട്ട് എത്ര കണ്ട് ഇത്തവണ BJPക്ക് പോകാൻ സാധ്യതയുണ്ട്? അത് പാലായിലും തിരുവല്ലത്തും ഒക്കെ അത് ക്രിസ്ത്യൻ വോട്ടിന്റെ അതും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ക്രിസ്ത്യൻ വോട്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പം പോളിംഗിന് ശേഷം BJP കരുതിയിരിക്കുന്നത് ക്രിസ്ത്യൻ വോട്ട് തങ്ങൾ പ്രതീക്ഷിച്ചാണെങ്കിൽ തങ്ങളുടെ പെട്ടിയിൽ വീണിട്ടില്ല എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോ അത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. അതും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഉദാഹരണത്തിന് പാലായിലെ ആ ഷോൺ ജോർജിന്റെയും അതിന് പിന്നീട് PC ജോർജിന്റെയൊക്കെ പ്രതികരണം കാണുന്നത്, കാരണം അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതീക്ഷിച്ച കണക്ക് BJP പ്രതീക്ഷിച്ച കണക്ക് ഉള്ള ഒരു സപ്പോർട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് BJPക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതിയിരിക്കുന്നത്. അപ്പൊ അത് പക്ഷെ അവിടെയും ഈ തൃശ്ശൂരിനെ മാറ്റിവെക്കേണ്ടി വരും. തൃശ്ശൂരിലെ ജനതയുടെ സ്വഭാവത്തിൽ ഈ പറഞ്ഞ പോലെ അൺപ്രഡിക്റ്റബിലിറ്റി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയും ഈ പറഞ്ഞതുപോലെ ഒന്നിച്ച് ഒരു തീരുമാനം ഉണ്ടായിക്കൂടായിയൊന്നുമില്ല. അപ്പൊ ആ സമൂഹത്തിന് വേണമെങ്കിൽ ഇപ്പൊ ഇന്നാരെ ജയിപ്പിച്ചേക്കാം എന്നൊക്കെയുള്ള അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ടല്ലോ നമുക്കറിയില്ല. പക്ഷെ എങ്കിലും BJP പ്രതീക്ഷിച്ച കണക്കുള്ള ഒരു സപ്പോർട്ട് വോട്ടിന്റെ രൂപത്തിൽ ഇപ്രാവശ്യം BJPക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം ബലപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഷോൺ ജോർജിന്റെയും PC ജോർജിന്റെയും ഒക്കെ ആ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. കാരണം ഷോൺ ജോർജിന്റെ ഒക്കെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. കാരണം ഞാനിനി അമിത്ഷായുടെ മുമ്പിലേക്ക് പോകുമ്പം എന്താണ് എനിക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട്. അവിടുത്തെ സഭ ഇടപെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതന്മാർ ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ അവർക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് അവരുദ്ദേശിച്ച കണക്കുള്ള ഒരു പിന്തുണ
ഇപ്രാവശ്യം BJP കിട്ടാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ മാറ്റം ഉണ്ടായില്ലെങ്കിലും നിയമസഭയിൽ സാന്നിധ്യം അവർ ഉറപ്പിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നന്ദി. താങ്ക് യു സർ.